ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. അതിൽ തർക്കമുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഹാഷ്മി ചർച്ചയിൽ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ആക്ഷേപിക്കരുത്. എന്റെ എല്ലാ മാനവും പോയി. ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദികളാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണോ അന്ന് വോട്ട് വാങ്ങിയത്? അതുകൊണ്ടാണോ അന്ന് വോട്ട് വാങ്ങിയേ? ഒരു സംശയവുമില്ല. ഞാൻ പറയുന്നത് ആ പോയ കാലം ഞങ്ങൾക്ക് പിഴച്ചുപോയി. ഞങ്ങൾ ആ കാലത്ത് ജമാഅത്തിന്റെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ അവരെ ശ്ലാഘിച്ച് മുഖപ്രസംഗം എഴുതാൻ പാടില്ലായിരുന്നു. ഞങ്ങളുടെ പിണറായി വിജയൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞങ്ങളുടെ കൊടിയേരി സഭയിൽ ആര്യാടൻ ഈ ജമാഅത്തിനെ ഭീകര സംഘടന വിളിച്ചപ്പോഴേക്കും അത് ഹിന്ദുത്വ ഫാഷിസം കൊണ്ടാണെന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന് തിരുത്തിയിട്ട് പറയണ്ടേ? കാശ്മീരുടെ ഈ അവതരണത്തിലൂടെയും നേരത്തെ സന്ദീപ് വാര്യരും ശ്രമിക്കുന്നത് ഞങ്ങൾ എന്തോ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ട് എന്ന് മറുപടി ഇല്ലെങ്കിൽ മറുപടി ഇല്ലെങ്കിൽ ആരോപണം പറയരുത്. റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂതകാലത്ത് ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. ആരോപണമല്ല. ഹാഷ്മി ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയില്ലെന്ന് പറയോ? ഹാഷ്മി പറഞ്ഞ വസ്തുതകൾ വെച്ചിട്ട് തന്നെയാണ് ഞാനും പറയുന്നത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. അല്ല ഡോക്ടർ, ഞാൻ പറഞ്ഞതിൽ വസ്തുത പിഴവുണ്ടോ? ഇപ്പൊ ഈ 2 റൗണ്ടിലും എന്നോടുള്ള ചോദ്യത്തിൽ എന്താ നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞ വസ്തുത പിഴവുണ്ടോ? അമ്രാറാം ജമാഅത്തിന്റെ ഓഫീസിൽ പോയിട്ടില്ല എന്ന് പറയാവോ? അമ്രാറാം ജമാഅത്തിന്റെ പിന്തുണ വാങ്ങിയിട്ടില്ല എന്നങ്ങക്ക് പറയാവോ? പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നങ്ങ് പറയാവോ? കൊടിയേരി അങ്ങനെ എന്നങ്ങ് പറയാവോ? പറയാൻ കഴിയില്ല. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അല്ലാതെ ഞാൻ പറഞ്ഞേട്ടെ, നിങ്ങൾ എന്താ കംപ്ലീറ്റ് ചെയ്യാൻ തടസ്സപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ കൃത്യമായിട്ട് ഹാഷ്മി ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആവർത്തിക്കുന്നതിന്റെ ഇതിപ്പോ 3-ാം റൗണ്ടിലാണ് ആവർത്തിക്കുന്നത്. ഇതേ ചോദ്യങ്ങൾ, ഇതേ വാചകങ്ങൾ. മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. താങ്കൾ ഇപ്പൊ ശ്രമിക്കുന്നത് CPM നേതാക്കൾ ഇപ്പൊ RSSനെ കുറിച്ച് പറയുന്നില്ല, BJPയെ കുറിച്ച് പറയുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ പറയാത്ത കാര്യമാണ്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. അല്ലല്ല, പറയാത്ത കാര്യമാണ്. ആവർത്തിക്കുന്നതിലൂടെ ഇല്ല, ഞാൻ പറയാത്ത കാര്യമാണെന്ന് പറയുന്നത്. എന്റെ ചോദ്യം എന്താണ്? എന്റെ ചോദ്യം പോയ കാലത്ത് ജമാഅത്തുമായി പുലർത്തിയിരുന്ന ബന്ധം അത് ഞങ്ങൾക്ക് പറ്റിയ പിഴവാണ്, തെറ്റാണ്. ഞങ്ങൾ പിന്നെയാണ് തിരിച്ചറിഞ്ഞ് ഇവർ മതമൗലികവാദികളും ഇവർ ഈ ഭീകര സംഘടന ഞങ്ങൾ തിരിച്ചത് പിന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൂടെ? അതല്ല ഒന്നുകൂടെ ക്ലാരിറ്റി എന്നാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് യാതൊരു പ്രശ്നമില്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രം വിമർശിക്കുന്നു എന്ന് പറഞ്ഞു തീർത്ത് ഞങ്ങൾ എന്തോ ഇസ്ലാമിക് ഫോബിയ വളർത്താൻ ശ്രമിക്കുന്നവരാണ് എന്ന നരേഷൻ ഉണ്ടാക്കുന്നത് അത് സന്ദീപ് വല്ലാതെ പറഞ്ഞു. അതിന് സത്യമല്ലേ? വളരെ കൃത്യമാണ്. ഞങ്ങളുടെ വിശദീകരണം മുഴുവൻ മുഖ്യ ശത്രു BJPയും RSSും അതിന്റെ വർഗീയതയ്ക്കുമെതിരെ തന്നെയാണ്. അതിനെതിരായിട്ടുള്ള സന്ധിയില്ലാത്ത സമരം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത്. എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. പോയ കാലത്ത് ജമാഅത്തുമായി പുലർത്തിയ ബന്ധങ്ങൾ തെറ്റിപ്പോയി എന്ന് പറയാമോ? സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കുന്നു. ഒറ്റ വാക്കിൽ പറയാം, തെറ്റിപ്പോയി ഒന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്ക് തന്നെയാണ്. ഇതെല്ലാം ഈ ചർച്ചയിൽ വന്ന വിഷയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നുള്ളൂ. അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. BJPക്ക് വാർഡുകളിൽ ആളില്ലാതെ ആള് കൊഴിയല്ലോ. ഇപ്പൊ സന്ദീപ് തന്നെ BJPയിൽ നിന്ന് കൊഴിഞ്ഞു പോയ ഒരാളല്ലേ. അങ്ങനെ BJPക്ക് ആളില്ലാതെ CPM ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടാണോ സന്ദീപ് കൊഴിഞ്ഞു പോയത്? അതിന്റെ പേരിലാണോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ കോവാല. BJP എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു കേരളത്തിൽ എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. എങ്ങനെയാണ് താങ്കളുടെ പഴയ സഹപ്രവർത്തകർ ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നത്? ഞങ്ങളൊരു ശാഖക്കും കാവൽ നിന്നിട്ടില്ല. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? അല്ല, VPP എന്താണ് പറഞ്ഞു വരുന്നത്? ഗോകുൽ ഗോപിനാഥ് പറയേണ്ട വാദം അങ്ങ് പറയല്ലേ? ഗോകുൽ ഗോപിനാഥ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോകുൽ ഗോപിനാഥിന്റെ പാർട്ടി പറയുന്ന വാദം അങ്ങ് പറയല്ലേ? എന്റെ ചോദ്യം നേർക്കുന്നവരാണ്. ഒരു കൺഫ്യൂഷൻ അതില്ല. ജമാഅത്ത് നിങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ അവർ നല്ലവരും മുഖപ്രസംഗത്തിൽ സഹായിക്കപ്പെടേണ്ടവരും, ജമാഅത്ത് UDFന് പിന്തുണ കൊടുക്കുമ്പോൾ ഭീകരവാദികളുമാകുന്ന മാജിക്ക് മാത്രം മനസ്സിലാവുന്നില്ല. നേർക്കുനേരെ തന്നെയാണ് ഞാനും പറയുന്നത്. കേൾക്കുമ്പോൾ താങ്കളുടെ വാദത്തെ, താങ്കളുടെ ചോദ്യത്തിന്റെ പൊള്ളത്തരത്തെ പറയുമ്പോൾ താങ്കൾ പിന്നെ ഞാൻ നേർക്കുനേരെ ചോദിക്കുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ട് കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് ഹാഷ്മിയുടെ ഈ കുരുട്ട് ചോദ്യത്തിനുള്ള കൃത്യമായ വിശദീകരണം ഞാൻ നൽകുന്നുണ്ടെന്ന്. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടാക്കരുത്, അവരുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടാക്കരുത് എന്ന് EK വിഭാഗം നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? എന്റെ പ്രശ്നം ജമാഅത്തിന്റെ മെറിറ്റ് അല്ല. ജമാഅത്ത് നിങ്ങൾക്ക് പിന്തുണ തരുമ്പോൾ അവർ നല്ലവരും, UDFന് 2019 മുതൽ UDFന് പിന്തുണ കൊടുക്കുമ്പോൾ അവർ ഭീകരവാദികളാകുന്നത് എന്തുകൊണ്ടാണെന്ന് എന്റെ ചോദ്യം. ഹാഷ്മി കുറച്ചുകൂടി വായിച്ചൊക്കെ പറയുന്ന ഒരാളാണല്ലോ. ഹാഷ്മി ഈ ദേശാഭിമാനി മുഖപ്രസംഗം ഇങ്ങനെ 3-ാമത്തെ തവണ ആവർത്തിക്കുകയാണ്. അതേടാ, അങ്ങനെ തന്നെ. ഹാഷ്മി ആ മുഖപ്രസംഗം തികച്ചും വായിച്ച ഒരാളാണല്ലോ. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തെ കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത്?
ജമാഅത്തെ ഇസ്ലാമി എന്ന് എന്താണെങ്കിലും പറയുന്ന ആയിക്കോട്ടെ. ആ മുഖപ്രസംഗത്തിൽ അല്ല, വി പി അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. കഷ്ടം. ചരിത്രത്തിൽ ആദ്യമായി മലയാളത്തിലെ ദിനപത്രം വോട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് മുഖപ്രസംഗം ദേശാഭിമാനിയില്ല. അതിൽ ജമാഅത്തിന്റെ സ്വഭാവമൊന്നുമല്ല. ജമാഅത്ത് രണ്ട് എന്താണ്, ജമാഅത്തും ക്രൈസ്തവ ഏതോ സഭയും വോട്ട് നൽകിയതിനെ നന്ദിപൂർവ്വം സ്മരിക്കുന്ന മുഖപ്രസംഗം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പാർട്ടിയുടെ നിലപാട് പറയുകയാണ് പാർട്ടി മുഖപ്രസംഗത്തിൽ. അതിനകത്ത് ജമാഅത്തിന്റെ സ്വഭാവം പറഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതേ മുഖപ്രസംഗത്തിലെ താങ്ക്സ് ഗിവിംഗ് മുഖപ്രസംഗമാ. അപ്പൊ അത് ശരി, അത് പറയണ്ട നിങ്ങൾ. അല്ലല്ല ഹാഷ്മി ഇതെന്തൊരു പൊട്ട ന്യായമാണ്. ഒരു മുഖപ്രസംഗം നിങ്ങൾ എടുക്കുന്നു, ഒരു മുഖപ്രസംഗത്തിൽ താങ്കൾ ഉദ്ധരിക്കുന്ന 2 വരി മാത്രമാണോ ഉള്ളത്? നന്ദി പറയുന്ന 2 വരി മാത്രമാണോ ഉള്ളത്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഈ നന്ദി പറയുന്നതിന് മുമ്പേ ആ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് വിശദീകരിക്കുന്ന, ആ പ്രസ്ഥാനത്തോടുള്ള CPIM-ന്റെ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കുന്ന വാചകം അത് പോട്ടെ എന്ന് പറയുന്നത് എന്ത് നിലപാടാ? എന്റെ VPP ഒരു മുഖപ്രസംഗത്തിൽ നിന്ന് ഒരു വരി അടർത്തിയെടുത്തിട്ട് അല്ല, നിങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനാണ് നന്ദി പറയുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ്. ഒരു മത ആ മുഖപ്രസംഗത്തിൽ ഒരു ഭീകരവാദം പറയുന്നില്ല. ഇപ്പോഴാണ് പറയുന്നത്. ഒക്കെ വണ്ടി എടുക്കട്ടെ മോളെ. എത്ര ചോദിച്ചാൽ അങ്ങനെ മറുപടി കഴിയില്ല. എനിക്കറിയാം, മനസ്സിലാവും. ഇതൊക്കെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണോ? ഞാൻ മനസ്സിലാക്കും. ജമാഅത്തെ ഇസ്ലാമി ഒരു മതമൗലികവാദ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എവിടെ പറഞ്ഞു? അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ നാരായണ അഭിപ്രായം പറയാൻ പോകുന്നത്? ആ മുഖപ്രസംഗത്തിൽ ഒന്ന് കാണിച്ചു തരാമോ? ഒന്ന് കാണിച്ചു തരാമോ? എടുക്കാൻ ധൈര്യമുണ്ടോ? മൊത്തമുണ്ട്. അത് വായിച്ചു കൊടുക്കാൻ. എന്താണ് പറയുന്നത്? അത് വായിക്കൂ, ആ വാചകം വായിക്കൂ. എവിടെ വായിക്കുന്നു? എവിടെ പറയുന്നു? രണ്ടിലൊന്നും അറിഞ്ഞിട്ടെന്നെ കാര്യം. എവിടെ എന്താ? ഞാൻ അയച്ചു തരാം. ഞാൻ അങ്ങനെ അയച്ചു തരാം. മൊത്തം ഞാൻ അങ്ങനെ അയച്ചു തരാം. ഇതിനകത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി മതഭീകരവാദ വർഗീയ പ്രസ്ഥാനം കാണിക്കുന്ന ഒറ്റ വരി കാണിച്ചു തരാമോ? VPP എന്തോ എക്സ്ക്യൂസ് മീ, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ദുരാഷ്ട്രവാദോ മതരാഷ്ട്രവാദോ ഭീകരവാദോ ഒന്നും പറയുന്നില്ല മുഖപ്രസംഗത്തിൽ. ഞാൻ അയച്ചു തരാം. VPP വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. ജമാഅത്ത് നിങ്ങൾക്ക് പിന്തുണ നൽകി എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ജമാഅത്ത് നിങ്ങൾക്ക് പിന്തുണ നൽകി, നിങ്ങൾ വോട്ട് വാങ്ങി എന്നാൽ തർക്കമുണ്ടോ? പിന്നെ ചൂടാണ്ട് ഇല്ല. ഹാഷ്മിയോട് ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തെ കുറിച്ച് അന്നും സ്വഭാവമല്ലെന്ന്. നിങ്ങൾ വോട്ട് വാങ്ങിയോ? അപ്പൊ അന്ന് സ്വഭാവം അറിഞ്ഞിട്ടാണോ വോട്ട് വാങ്ങി? ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദികളാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണോ അന്ന് വോട്ട് വാങ്ങിയത്? അതുകൊണ്ടാണോ അന്ന് വോട്ട് വാങ്ങിയേ? ഒരു സംശയവുമില്ല. അത് അറിഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങിയോ? അങ്ങനെ തന്നെ എഴുതിക്കൊണ്ടാണ് എഴുതിക്കൊണ്ട് അന്നും അവർ അത്തരം മതമൗലികവാദ സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെടുത്ത നിലപാടിനോട് ഈ സമീപനം ശരി, ഞാൻ അധികം ചോദിക്കുന്നു. നമുക്കറിയാം പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ വഴികളുണ്ട്. എല്ലാ ചോദ്യങ്ങളും മറുപടി പറയാൻ കഴിയില്ല. എല്ലാ പാർട്ടികൾക്കും പ്രശ്നമുണ്ട്. പ്രാക്ടിക്കൽ രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ആക്ഷേപിക്കരുത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. ഹാഷ്മി ഞാൻ ആക്ഷേപിച്ചില്ല. ഹാഷ്മി ചർച്ചയിൽ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ആക്ഷേപിക്കരുത്. ഞാൻ ആക്ഷേപിച്ചില്ല. പിന്നെ എല്ലാവർക്കും മറുപടി പറയാൻ കഴിയില്ല എന്നൊക്കെ താങ്കൾ എങ്ങനെയാ പറഞ്ഞു പോകുന്നത്? നിങ്ങൾ പോയ കാലത്ത് ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയതാണ്. അത് തർക്കമുണ്ടോ? അങ്ങനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കരുത്. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. എന്തേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പോയ കാലങ്ങളിൽ ജമാഅത്തിന്റെ വോട്ട് വാങ്ങി എന്നതിൽ തർക്കമുണ്ടോ? അല്ലല്ല, ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്, അതിൽ തർക്കമുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഞങ്ങൾ എടുത്തിട്ടുള്ള സമീപനം ആ വരി വായിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? അതല്ലെങ്കിൽ എനിക്ക് അയച്ചു തരാം. താങ്കൾ ഇപ്പൊ പറഞ്ഞതാണ്. ഞാൻ അയച്ചു തരാം. പക്ഷെ നിങ്ങൾ വോട്ട് വാങ്ങിയ കാര്യം പറയുന്നേ. എന്താ ഉറക്കം വരുന്നു. ശരി, ഇനി അങ്ങനെ ഉണ്ടെന്ന് വെക്കൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഭീകരവാദികൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് വാങ്ങി. അത് അതിലും വലിയ തെറ്റല്ലേ? അപ്പൊ ഇപ്പൊ നിലപാട് പറഞ്ഞാൽ എന്താ അർത്ഥം? പിണറായി സഖാവ് പറയുന്ന കേട്ടിട്ടില്ലേ? LDF വരും, എല്ലാം ശരിയാവുമെന്ന്.